ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് എപ്പോഴും പറയുന്നത്, സെയിൽസിൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് ഓണർ തരുന്നത് ഇത്ര രൂപയുടെ ബിസിനസ് കൊണ്ടുവരുന്നതായിരിക്കും. ടാർഗറ്റ് ആയിരിക്കും തരാം. അവരാദ്യം ടാർഗറ്റ് മാത്രമേ നോക്കൂ, നിങ്ങളത് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം എത്ര കോൾ ചെയ്തു നോക്കും, അല്ലെങ്കിൽ എത്ര ലീഡിനെ ടച്ച് ചെയ്തു നോക്കും. പിന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതും നടക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കോൾ ചെയ്യുന്നുണ്ട് നോക്കും. അതും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിക്കുന്നുണ്ട് നോക്കും. എന്നിട്ട് നോക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കോൾ നിങ്ങളെ കൂടെ കയറും. നിങ്ങൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങളെ കൂടെ കോൾ കേൾക്കാൻ അപ്പുറത്ത് മാനേജർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോളിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഫേസ് മാത്രമേ അവർ നോക്കുള്ളൂ. അവിടെ നിങ്ങൾ ഫെയിൽ ആകുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുന്നത്. പിന്നെയും താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മൈക്രോ മാനേജ് ചെയ്ത് വരുന്നത്. നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് പ്രഷറാവും, പിന്നെ നിങ്ങൾ പുറത്താവും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വരുന്നത് മുതൽ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ദർ ഈസ് സം പ്രോബ്ലം. ആ ട്രാക്കിങ്ങിന്റെ പരിധി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ്. ഒരു അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഓഫീസ്, ആ ഓഫീസിനകത്ത് ലേറ്റ് ആയിട്ട് വരുന്ന ഒരുത്തം കാരണമാണ് അവിടെ പഞ്ചിങ് വരിക, അല്ലേ? അങ്ങനെയല്ലേ വെക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചിങ് വെക്കേണ്ട ആവശ്യം എന്താ? എല്ലാവരും കറക്റ്റ് സമയത്ത് ഓഫീസിൽ പഞ്ചിങ്ങിന്റെ ആവശ്യം ഉണ്ടോ? ഈ ഒരു കള്ളം വീട്ടിൽ കയറുന്നതിന് പേടിച്ചിട്ടല്ലേ നമ്മൾ CCTV വെക്കുന്നത്? അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ മൈക്രോ മാനേജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരോ അതിന് കാരണമായിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ ഏത് ലെവലിൽ എത്രത്തോളം ഫ്രീഡം നമുക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രിവിലേജസിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മെഷർ ചെയ്യുക. അതാണ് അതിൻ്റെ മീറ്റർ.